ഇന്നത്തെ യാത്ര ടു ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ വ്യാഴാഴ്ച ഫെബ്രുവരി 8-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി കാമിയ റോളിലെത്തിയ ജീവ നായകനായി എത്തിയ തെലുഗു രാഷ്ട്രീയ സിനിമയാണല്ലോ യാത്ര ടു. മമ്മൂട്ടി വളരെ പ്രധാനപ്പെട്ട റോളിലെത്തിയ സിനിമയായിരുന്നിട്ട് പോലും കേരളത്തിൽ ഒരു തിയേറ്ററിൽ പോലും റിലീസ് ചെയ്യാനാവാതെ പോയ യാത്ര ടു എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ ഒരു ലോ ഓപ്പണിംഗ് ആയിരുന്നല്ലോ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. 3 കോടിയായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. 2-ാം ദിവസത്തെ സിനിമയുടെ ബുക്കിംഗ് കളക്ഷൻ സ്റ്റാറ്റസ് എല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ആദ്യ ദിവസത്തേക്കാൾ വളരെ മോശം പ്രകടനമാണ് സിനിമയ്ക്ക് 2-ാം ദിവസം ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ പോലും നോക്കുകയാണെങ്കിൽ ഇന്നലെ ആദ്യ ദിവസം ഇതേ സമയം മണിക്കൂറിൽ 1000-ലധികം ടിക്കറ്റുകളെങ്കിലും സിനിമയുടെ പേരിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ബുക്ക് മൈ ഷോയിൽ കഴിഞ്ഞ 24 മണിക്കൂർ കൗണ്ട് മാത്രമാണ് കാണിക്കുന്നത്. അതായത് 1 മണിക്കൂറിൽ 1000 ടിക്കറ്റുകൾ പോലും സിനിമയുടെ പേരിൽ വിറ്റഴിക്കപ്പെടുന്നില്ല എന്നർത്ഥം. ഇനി 24 മണിക്കൂർ കൗണ്ട് നോക്കുകയാണെങ്കിൽ പോലും അവസാന 24 മണിക്കൂറിൽ 12,000-ൽ പരം ടിക്കറ്റുകൾ സിനിമയുടെ പേരിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ സിനിമയുടെ വെർഡിക്റ്റ് എല്ലാം തന്നെ എന്താകുമെന്ന് ഇപ്പോൾ തന്നെ ഊഹിക്കാവുന്നതാണ്. 2-ാം ദിവസത്തെ എസ്റ്റിമേറ്റ് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ 1 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്താൽ ആയി എന്നാണ് നിലവിൽ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ 4-5 കോടി റേഞ്ചിലാണ് 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് യാത്ര ടു കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ആകെ മൊത്തത്തിൽ ശോകം അവസ്ഥയാണ് മമ്മൂട്ടി കാമിയ റോളിലെത്തിയ യാത്ര ടു എന്ന സിനിമയ്ക്ക് എന്ത് ഒരിക്കൽ കൂടി എടുത്ത് പറഞ്ഞുകൊള്ളട്ടെ. അടുത്ത 2 ദിവസങ്ങൾ ശനി ഞായർ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ സിനിമയ്ക്ക്. 10 കോടിയെങ്കിലും വേൾഡ് വൈഡ് കളക്ഷൻ ഫൈനൽ കളക്ഷൻ മറികടക്കുമോ എന്നാണ് ഇനി നമ്മുടെ ഒരു സംശയം. എന്തായാലും പ്രേക്ഷകരുടെ പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകരുടെ അഭിപ്രായം എന്താ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. കൂടുതൽ യാത്ര ടു ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.